ഇനി മറ്റൊരു ശൈലിയുണ്ട്. യഹ്തമിലു അൻ യകൂന മുറാദുഹും അൽ ഉദൂലു അൻ ത്വരീഖിൽ മുആമല. അവരോട് ഇടപഴകാൻ പോകാതിരിക്കുക. അവരോട് ഇടപഴകിയാൽ ഇനിയും അവര് വിവരക്കേടാണ് പറയുക, കലഹണ്ടാക്കേണ്ടി വരും, അടിക്കേണ്ടി വരും. അത്തരത്തിൽ തൊള്ളയിൽ ഒരു നിലക്കും ഒരു മനുഷ്യന് പറയാൻ പറ്റാത്തതാണ് പറയുക. അപ്പൊ അത്തരക്കാരെ കാണുമ്പോ വഴി മാറി വിടുക. പഠിച്ചോനാ ചങ്ങായി വരുന്നുണ്ട്, ഓഞ്ഞ് സംസാരിച്ചാൽ എന്താ വരിക? അങ്ങനത്തെ വരും. ഞാൻ തൽക്കാലം അങ്ങോട്ട് നിൽക്കട്ടെ, പിന്നെ ഞാൻ അങ്ങോട്ട് വേറെ ആവശ്യത്തിന് വരും മാറിയാന്നൊക്കെ ഇരിക്കോളൂ. അങ്ങോട്ട് പോകാൻ വന്നിട്ടുണ്ടെങ്കിൽ പതുക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോവാ, എവിടെയെങ്കിലും പോയിട്ട് ഒരു പത്രം എടുത്തിട്ടോ മാസിക എടുത്തിട്ടോ വായിക്കുക. മുഖം കൊടുക്കാതിരിക്കുക, ചാൻസ് കൊടുക്കാതിരിക്കുക അത്തരക്കാർക്ക്. ഖാലൂ സലാമൻ വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമൻ. ഇനി അവിടെ മാർഗം കൊടുക്കണം. അങ്ങനെ ചെറിയ ഒരു ചാൻസ് കിട്ടിയ ഉടനെ പറയും. അപ്പൊ പിന്നെ അവനൊരു ചാൻസ് കൊടുക്കാതിരുന്നാ പിന്നെ പറയൂലല്ലോ. പറയാൻ പഴുത് കിട്ടാതിരുന്നാ പിന്നെ അങ്ങ് മറന്നു പോയിക്കോളും, പിന്നെ ആള് നന്നായിക്കോളും. അല്ലാതെ എന്ത് ചെയ്യാനാ? നിങ്ങൾ നോക്കി, എല്ലാ മനുഷ്യന്മാരും ഇപ്പൊ പറഞ്ഞാൽ തിരുത്തുവോ? എല്ലാവരും മാറുമോ? അപ്പൊ ചില ആളുകളോട് ഇങ്ങനത്തെ നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഇരിക്കുന്നിടത്തുനിന്ന് മാറിയിരിക്കേണ്ടി വരും. ഞാൻ അവിടെ ഇരുന്നാൽ, ചില ആൾക്കാരെടുത്ത് ഇരുന്നാൽ അൽഹംദുലില്ലാഹ് സന്തോഷാണ്, എന്തെങ്കിലുമൊക്കെ ഒരു ഇൽമു കിട്ടും. അപ്പൊ ആ ഇരുത്തം 10 മിനിറ്റ് ആണെങ്കിലും റാഹത്തായി മുതലായിരുന്നത്. അറിയാത്തൊരു ഇൽമു കിട്ടിയല്ലോ. അതൊരു ഹദീസിന്റെ കഷ്ണാണെങ്കിലും ഒരു മസ്അലയുടെ ഭാഗമാണെങ്കിലും നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തൊരു വിഷയമാണെങ്കിലും ഇനി ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ഒരു ഇൽമാണെങ്കിലും ഇൽമു കിട്ടിയല്ലോ, സന്തോഷം. പക്ഷെ ഓൻ്റെ അടുത്തിരുന്ന അതല്ല കിട്ടുക. ഓൻ്റെ അടുത്തുനിന്ന് സലാം പറഞ്ഞാൽ പിന്നെ രണ്ടാമത് തന്നെ വരല് മറ്റേതാ. അതുകൊണ്ട് നല്ലത് അവിടുന്ന് മാറുക നല്ലത്. നിങ്ങളെങ്ങട്ടാ മാറുക? ഞാൻ ഇപ്പൊ വരാം, തടി സലാമത്തായി അവിടെ, പിന്നെ ആളെ കാണാനില്ല. അങ്ങനെ എണീറ്റ് പോയ എത്ര മഹാന്മാരുണ്ട്. അതുകൊണ്ടാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞു, മോനെ, നിന്റെ സെറ്റിനെ നീ കാണുമ്പോ, സെറ്റില്ലേ നിന്റെ ടീം കൂട്ടുകാര്, നിന്റെ ടീമിനെ നീ കാണുമ്പോ നീ അവരോട് സലാം പറയണം. സലാം മടക്കിയാൽ അവരുടെ കൂടെ നീ ഇരുന്നോ. കാരണം സലാം മടക്കുന്നത് നല്ലൊരാണ്. സലാം മടക്കി നീ ഇങ്ങനെ കൂടെ ഇരിക്കുമ്പോ അവരുടെ സംസാരത്തിന്റെ ദിശ ശരിയില്ലെങ്കിൽ ഉടൻ എണീറ്റ് പോകണം. എന്നോട് ഇരിക്കാൻ പാടില്ല. കാരണം കൂട്ടുകാരനൾക്ക് നീ അവിടെ ഒരു പക്ഷേ ഇരുന്നു പോകും, ഇരിക്കരുത്. അവരെ സംസാരം നല്ല ശൈലിയിലല്ലേ പോകുന്നത്, മാറണം. ഉമ്മമാരെ, നിങ്ങളോടും ഞാൻ പറയുന്നു, എല്ലാവരോടും പറയുന്നു, കല്യാണത്തിന് പോകുമ്പോ, സൽക്കാരത്തിന് പോകുമ്പോ, കുത്തുബിയത്തിന് പോകുമ്പോ, മൗലിദിന് പോകുമ്പോ, റാത്തീബിന് പോകുമ്പോ, ജുമാക്ക് പോകുമ്പോ, ജമാഅത്തിന് പോകുമ്പോ, അവിടൊക്കെ ഈ ശൈലി വരും. ജാഹിലിയങ്ങൾ ഇടപഴകൽ വരും. നല്ലോണം ശ്രദ്ധിക്കണം. ഖാലൂ സലാമാ. നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ കല്യാണത്തിന് 1 ലക്ഷം, 2 ലക്ഷം, 25,000, 50,000, അതൊക്കെ പോകാൻ ഒരുത്തന്റെ കൂടെ ഇരുന്ന് 1 മിനിറ്റ് സംസാരം മതി. കല്യാണത്തിന് പോയി 4 ഗീബത്ത് പൊട്ടിച്ചാൽ കഴിഞ്ഞില്ലേ? ഇതിനെ 4 ഒന്നുവരെ. ഓ, ഞാൻ അതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ആ കൊടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ആ കൊടുത്ത് അടക്കം പോയില്ലേ? അതുകൊണ്ട് അവിടെ ഇങ്ങനത്തെ ചാൻസ് കിട്ടുന്നിടത്ത് മുന്നിലിരിക്കുന്ന ആളോട് നമ്മൾ പ്ലേറ്റ് മാറ്റുക. അയാളെ സംസാരം സുഖകരമല്ലാത്ത രീതിയിലാണ് വരുന്നെങ്കിൽ വേഗം നമ്മൾ മാർക്കറ്റ് കിടന്നാൽ മതി. ബിസിനസ് രംഗം, ഉള്ളിക്ക് എത്ര വില അത് ചോദിച്ചാൽ മതി. എന്നാ പിന്നെ കേടില്ലല്ലോ, എല്ലാവർക്കും അറിയേണ്ടതല്ലേ. ഇന്നലെ ഞാനിപ്പോൾ നാദാപുരത്ത് വാങ്ങി എങ്ങനെയാണ്, അപ്പൊ സുബ്ഹാനല്ലാഹ് രക്ഷപ്പെട്ട ആൾ ആ വൈക്ക് പോയിക്കോളൂ. എന്നാ പിന്നെ ആ വിവരക്കേട് പറയില്ലല്ലോ, ഒരു ആലിമിനെ പറ്റി മറ്റു കുറ്റം പറയില്ലല്ലോ. അങ്ങനെ പോയാൽ മതി. അപ്പൊ കഴിഞ്ഞ എത്രയെന്ന് വെല്ലുള്ളിക്ക് വില, അങ്ങനെ ചർച്ച പോയാൽ മതി. എന്നാ പിന്നെ നല്ല സുഖമാണ്. ഈ ചായയും കടിയും വേഗം കുടിക്കുന്ന സമയം വരെ അങ്ങനെ വല്ല ചർച്ചയാക്കിയിട്ട് വേഗം എണീറ്റ് പോകാനല്ലേ. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരുടെ ഉസ്താദുമാരിൽ ജീവിച്ച കാലത്ത്, അഥവാ അതിനപ്പുറത്തേക്ക് പിന്നെയും കൂട്ടണം, അവര് പറഞ്ഞിരുന്നു ആ കാലഘട്ടത്തിൽ ഏകാന്തവാസമാണ് നല്ലത്. എന്തേ കാരണം? ഇതിനാദിറുൻ ഹഖൻ ഖുലുവു മഹഫിലി അൻ ഹൗബത്തിൻ ഫൻളുർ ലിനഫ്സിക ആഖിലാ. ഏതൊരു ചെറിയ സദസ്സും കുറ്റമില്ലാത്തത് അപൂർവമാണ്. 2 ആള് കൂടിയ ഒരു സദസ്സാണോ അവിടെയും ഉണ്ട് എന്തെങ്കിലും ഒരു കുറ്റം. എന്താ കുറ്റം? ഒന്നെങ്കിൽ പറയുന്നിടത്ത്, അല്ലെങ്കിൽ പറഞ്ഞത് കേൾക്കുന്നിടത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിങ്ങനെ ഇരിക്കുന്നിടത്ത് പലതും വരാം. ചെറിയ ഒരു സദസ്സും അതിൽ നിന്ന് ഒഴിവില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിമാനായി നീ നിന്നെ വിലയിരുത്തിക്കോ.
മഹാനവർകൾ പറയാണ്, ജുമുഅ ജമാഅത്തിനൊക്കെ പോകലാണ് നല്ലത്, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നല്ല സംഘടനാ പ്രവർത്തനമാണ് നല്ലത്. പക്ഷേ അത്തരക്കാർ ചിന്തിക്കണം, നല്ലോണം ക്ഷമിക്കാൻ അവർക്ക് കഴിവ് വേണം എന്ന ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. وعن المناكر قد نهى متحملا صبرا على كل الأذى لا يغلب في ظنه عصيانه بمحافلا. നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തലും ജുമുഅ ജമാഅത്തിനും പോകലാണ്, അങ്ങനെ ഒരുമിച്ച് കൂടി ജീവിക്കലാ നല്ലത്. പക്ഷേ അവിടെ തെറ്റ് പറഞ്ഞാൽ നിനക്ക് തിരുത്താൻ കഴിയണം. വിവരക്കേട് പറഞ്ഞാൽ സപ്പോർട്ട് കൊടുക്കരുത്. അയാളെ പറ്റി നിന്റെ മനസ്സിലൊരു കറയുണ്ടെങ്കിലും മറ്റുള്ളവരെ മനസ്സിലും കൂടി കറ വീഴ്ത്തരുത്. നീ ഉടനെ തിരുത്തണം. നിന്റെ മനസ്സിലുള്ള കറ നീ വെളിവാക്കണ്ട. സത്യത്തിൽ നീ അനുഭവിച്ച ആളാണെങ്കിലും നീ എതിർക്കണം. അങ്ങനെ ഇല്ല, നീ അങ്ങനെ പറയരുത്, തെറ്റാണ്, നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ചെയ്തവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്ന് കിട്ടി? തിരുത്താൻ കഴിയണം, നല്ലോണം ക്ഷമിക്കാൻ കഴിയണം. കാരണം ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ വരും, ക്ഷമിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. നാലാമത്തെ തഫ്സീർ കണ്ടോ? വയഹ്തമിലു അൻ യകൂനൽ മുറാദു ഇദ്ഹാറുൽ ഹിൽമി ഫീ മുഖാബലത്തിൽ ജഹ്ലി. ജഹ്ലിന്റെ നേരെ വിപരീതത്തിൽ സഹനം വെളിവാക്കുക, സഹിക്കുക. നേർക്ക് നേരെ നമ്മൾ കേൾക്കുന്ന ഗുരുനാഥനെ പറ്റിയാണ്, ബാപ്പാനെ പറ്റിയാണ്, ഉമ്മാനെ പറ്റിയാണ്. ഒരു മറുപടിയും പറയാതെ സഹിച്ചുകൊണ്ട് അങ്ങോട്ട് നീങ്ങുക. പറയാൻ മേറ്റർ ഇല്ലാത്തത് കൊണ്ടല്ല, പറയുന്ന ആളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, അവന്റെ തറവാടും കുടുംബവും പറയാൻ അറിയാത്തത് കൊണ്ടല്ല. നമ്മളതൊന്നും പറയാനില്ല. നമ്മൾ ക്ഷമിക്കുന്നു, സഹിക്കുന്നു അല്ലാഹു തആലാക്ക് വേണ്ടി. ആഖിറത്തിൽ ഇത്തരക്കാർക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം ഹദീസിൽ. ഇദാ ജമഅ അല്ലാഹുൽ ഖലായിഖ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയാൽ, സൃഷ്ടിജാലങ്ങൾ മുഴുവനും വന്നാൽ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, ഐന അഹ്ലുൽ ഫളൽ. ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്കാർ ആദ്യം വിളിക്കുമല്ലോ. ഹിസാബ് എടുക്കുന്നതിന്റെ മുമ്പ്, ഹിസാബ് എടുക്കട്ടെ എന്ന് വിളിയാളം വരുന്നതിന്റെ മുമ്പ്, ഹിസാബില്ലാത്തവരെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കുറെ അനൗൺസ്മെന്റ് നടക്കും. കൂട്ടത്തിൽ ഒരു അനൗൺസ്മെന്റ് ആണ് ഐന അഹ്ലുൽ ഫളൽ, മഹത്തുക്കളെവിടെ? അപ്പാ ഒരുമിച്ച് കൂടിയ കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് ഫയഖൂമു നാസുൻ, കുറഞ്ഞ ജനങ്ങൾ എണീക്കും. വഹും യസീർ, അവര് വളരെ കുറച്ചു പേരേ ഉള്ളൂ. അവരങ്ങ് മുന്നോട്ട് നീങ്ങുമ്പോ വളരെ ജടുതിയിൽ സ്വർഗത്തിലേക്ക് അങ്ങ് സ്പീഡിൽ പോവുകയാണ്. പാലം കടക്കാൻ വേണ്ടി പെട്ടെന്ന് നല്ല ധൃതിയിൽ പോകുമ്പോ മറുഭാഗത്തുനിന്ന് മലക്കുകൾ വന്ന് വരവേറ്റുകൊണ്ട് ചോദിക്കാണ്, നിങ്ങൾ വളരെ സ്പീഡിലാണല്ലോ സ്വർഗത്തിലേക്ക് പോകുന്നത്, നിങ്ങൾ ആരാണ്? നഹ്നു അഹ്ലുൽ ഫളൽ, ഞങ്ങളാണ് നേരത്തെ അനൗൺസ്മെന്റ് ചെയ്ത അഹ്ലുൽ ഫളലിലെ മഹത്തുക്കൾ. ചോദിച്ചില്ലേ മഹത്തുക്കൾ എവിടെയെന്ന് ചോദിച്ചില്ല, അവര് ഞങ്ങളാണ്. മലക്കുകൾ ചോദിക്കുന്നു, എന്താണ് നിങ്ങളെ മഹത്വം? ഉടനെ പറയുന്നു, കുന്നാ ഇദാ ളുലിംനാ സ്വബർനാ, ഞങ്ങൾ ആരെങ്കിലും ആക്രമിച്ചാൽ ഞങ്ങളത് ക്ഷമിക്കും. പകരം ഞങ്ങൾ വീട്ടാൻ പോയിട്ടില്ല, അക്രമം ചെയ്തത് ഞങ്ങൾ ക്ഷമിക്കും. വൈദാ സിഅലൈനാ ഗഫർനാ, ഞങ്ങളോട് വല്ലരും അഭിമര്യാദ കാണിച്ചാൽ പുറത്തു കൊടുക്കും. വൈദാ ജുഹില അലൈനാ ഹലിംനാ, വിവരക്കേട് പറഞ്ഞാലോ സഹിക്കും. കുറെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ സഹിച്ചതാന്ന് പറഞ്ഞ സഹനാവില്ലട്ടോ. അങ്ങനെയുണ്ട് ആൾക്കാരുടെ നാടൻ ഭാഷയുടെ സാധനം. കുറെ മറുപടി പറഞ്ഞിട്ട് പിന്നെ ആൾക്കാർ പറയാണ്, ഞാനായതുകൊണ്ട് ഞാൻ സഹിച്ചതാണ്. എവിടെ സഹിച്ചത്? ഇത്ര നേരം പറഞ്ഞതോ? ഇത്ര നേരം നീ പറഞ്ഞോക്കെ എന്താ? അത് ഞാനായതുകൊണ്ട് സഹിച്ചു, അത്ര പറഞ്ഞാണ്. സഹനം ഒരു ഹാർഫും ഉണ്ടൂല, ഒന്നും പറയാൻ. അതിലല്ലേ വലിയ ശ്രേഷ്ഠത. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുന്നിൽ നിൽക്കേ ഒരാൾ വന്നിട്ട് സിദ്ദീഖ് ഞങ്ങളെ ചീത്ത പറയാൻ തുടങ്ങി. വല്ലാത്ത ചീത്ത. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടുന്നില്ല.
സഹിച്ചു നിൽക്കുക. അയാളങ്ങനെ പറയുന്നുണ്ട്. അപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. അയാൾ പറിച്ചു നിർത്തുന്നില്ല, അങ്ങനെ പറയുന്നേ, ചീത്തയോട് ചീത്ത. ജീവിതത്തിൽ ഒരു മനുഷ്യനെയും ചീത്ത പറയാത്ത മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പോലും ഒരു മുറുക്ക് കള്ളു കുടിക്കാതെ പരിശുദ്ധിയിൽ ജീവിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സാധാ മഹാനല്ല, നല്ല വിശുദ്ധ ജീവിതം നയിച്ച മഹാനാണ്. അന്നത്തെ കാലത്തും നല്ല പ്രവർത്തനങ്ങളിൽ സജീവമായി നിന്ന മഹാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ബഹുമാനാണ് സിദ്ദീഖ് തങ്ങളോട്. നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനാണ്. ജനങ്ങൾക്കിടയിൽ നല്ല ഒരു നേതാവായിട്ട് തന്നെ ആളുകൾ കാണുന്ന ഒരാളാണ്. നല്ല പ്രവർത്തനങ്ങളും നല്ല വിശുദ്ധിയായതും. ചീത്ത പറഞ്ഞ ആള് ചീത്ത പറിച്ച് നിർത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതുക്കെ അതിന് ജവാബ് പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് അങ്ങ് പോയി. പഠിച്ചോനെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഇതെന്താ പരിപാടി? എന്നെ ഇത്രയും നേരം ചീത്ത പറയുമ്പോ തങ്ങൾ അങ്ങനെ ഇരുന്നു, ഞാനൊരു ഭാഗത്തുണ്ട്, തങ്ങളൊരു ഭാഗത്തുണ്ട്. ഞാൻ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്ക് തങ്ങൾ പോയല്ലോ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി നിർത്തി. പിന്നെ ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിലേക്കായി. നേരെ പോയി, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളും ഞാനും ഒരുമിച്ചിരിക്കയല്ലേ അവൻ എന്നെ ചീത്ത പറഞ്ഞത്? ഞാൻ ഇത്രയും നേരം സഹിച്ചു നിന്നപ്പോ തങ്ങളും അവിടെ ഇരുന്നിരുന്നു. ഞാൻ മറുപടി പറയാൻ തുടങ്ങിയപ്പോ തങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോയല്ലോ. അതേ സിദ്ദീഖേ, മറ്റൊന്നുമല്ല, നിങ്ങൾ മൗനം പാലിച്ച് സഹിച്ച് ക്ഷമിച്ച് നിൽക്കുമ്പോ നിങ്ങൾ പറയേണ്ടതിലപ്പുറം മറുപടി നിങ്ങളെ തലക്ക് മേലെ നിന്നൊരു മലക്കങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ആ മലക്ക് പറയുന്നതും ശ്രദ്ധിച്ച് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കാണ്. നിങ്ങൾ പറയുന്നതിനേക്കാൾ ചുട്ട മറുപടിയാണ് മലക്ക് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, മലക്കിന്റെ മറുപടി ഫലിക്കാതിരിക്കോ? മലക്ക് കൊടുക്കുന്ന മറുപടി ജീവിതത്തിൽ കാണാതിരിക്കോ? നിങ്ങളങ്ങ് പറയാൻ തുടങ്ങിയപ്പോ മലക്കങ്ങ് പോയി. അപ്പൊ ഞാനും ഇങ്ങോട്ട് പോന്നതാണ്. അതറിയില്ലല്ലോ നബിയേ, ഞാന് മറുപടി പറയാനില്ല. നിങ്ങൾ നോക്കി, ആ ഒരു സഹനത്തിന് വലിയ മഹത്വം ഉണ്ട്. അതുകൊണ്ടാണ് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ആളുകളിൽ വിവരക്കേട് പറഞ്ഞിട്ട് സഹിച്ച് ക്ഷമിച്ച് ജീവിച്ച ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവരാ, ചില്ലറ മഹാന്മാരല്ല. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരക്കേട് പറഞ്ഞാൽ സഹോദരിമാരെ, നമ്മളോട് ഏത് പെണ്ണ് പറയട്ടെ ആണ് പറയട്ടെ, എടുത്തു ചാടി കയർക്കരുത്. അവരുടെ അങ്ങേയറ്റത്തെ തലം പറയരുത്. അവരുടെ തറവാട് മാന്തരുത്. അവരുടെ അപ്പുറത്തിന്റെ അപ്പുറം പറയരുത്. ആരോപണങ്ങളെ കൊണ്ട് അവരെ പിടിച്ചിരുത്തരുത്. ഏറ്റവും നല്ലത് അല്ലാഹ് സ്വീകരിച്ച ആളുകൾക്ക് ഖാലൂ സലാമാ, അവർക്ക് കൂടി രക്ഷ വരുന്ന മാർഗം സ്വീകരിക്കണം. ഒന്നുകിൽ മൗനം അവലംബിക്കണം, അല്ലെങ്കിൽ അവരെ തിരുത്തി നന്നാക്കണം, അല്ലെങ്കിൽ അവരോട് ഇടപഴകാതെ മാറണം, അല്ലെങ്കിലോ അവരുടെ വിഷയത്തിൽ അവർക്ക് കൂടി രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സലാമത്തിന് വേണ്ടി തേടണം, അവർക്ക് വേണ്ടി മൗനം പാലിക്കണം, അല്ലെങ്കിലോ സഹനം സ്വീകരിച്ചുകൊണ്ട് മാറി ജീവിക്കണം. ഈ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കണം. നമ്മുടെ അയൽക്കാരിലും ഒരുപക്ഷെ അത്തരത്തിൽ ആളുകളുണ്ടെങ്കിൽ ക്ഷമിച്ച് സഹിച്ചവരെ നന്നാക്കണം. സ്വഹാബത്തൊക്കെ ക്ഷമിച്ച ക്ഷമ എത്ര വലുതാണ്. നബിയെ, അയൽക്കാരനെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഞാനൊന്ന് പോട്ടെ. സ്വഹാബി ഒന്ന് ചോദിച്ചു. അയൽക്കാരൻ ഭയങ്കര ശല്യം ചെയ്യാണ്, തൊള്ള തുറന്നാല് തെറി പറയാണ്. നബിയെ, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, പോട്ടെ എന്ന് ചോദിച്ചു. ഭക്ഷണം ഒന്നും തന്നിട്ടില്ലേ കുഴപ്പമില്ല, പക്ഷെ ആ പറച്ചിൽ കേൾക്കാൻ പറ്റുന്നില്ല, അതല്ലേ വലിയ വിഷയം. ഞാൻ അവിടെ പോട്ടെ എന്ന് വെച്ചു. തങ്ങൾ ആദ്യം പറഞ്ഞു ഇസ്ബിർ, ക്ഷമിക്കുക എന്ന് പറഞ്ഞു. രണ്ടാമതും വന്ന് പരാതി പറഞ്ഞപ്പോ ആ സഹാബിയോട് പറഞ്ഞു ഇസ്ബിർ, ക്ഷമിക്കുക എന്ന് പറഞ്ഞു. എടുത്തു ചാടണ്ട. മൂന്നാമതും വന്ന് പറഞ്ഞപ്പോഴും തങ്ങൾ പറഞ്ഞു ഇസ്ബിർ, ക്ഷമിക്കുക എന്ന് പറഞ്ഞു. അയൽക്കാരന്റെ ശല്യം സഹിക്കാൻ കഴിയാഞ്ഞിട്ട് നബി തങ്ങളോട് വന്ന് പറഞ്ഞതാണ്. ഏത് ശല്യമെന്നറിയോ? നാക്ക് കൊണ്ടുള്ള ശല്യം. അതാണല്ലോ ഭയങ്കര ശല്യം, അതിനേക്കാളും വലിയൊരു ശല്യമല്ല. നാലാമത് വന്ന് പറഞ്ഞപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച ശൈലി ആ അയൽക്കാരനെ കൂടി നന്നാക്കുന്ന ശൈലിയാണ്. എന്നാ നീ അങ്ങ് തിരിച്ചങ്ങോട്ട് പറഞ്ഞോ എന്നല്ല തങ്ങൾ പറഞ്ഞത്. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെന്ത് പറയുന്നറിയോ? അങ്ങനൊക്കെ പറയുമ്പോ മിണ്ടാണ്ടിരിക്ക, നമ്മൾ കുറവുള്ളവരവരെ എന്തായി പറഞ്ഞു.
എത്രയാ പറഞ്ഞു, എത്ര ഇത് കേട്ടിരിക്കുക. കൊല്ലങ്ങളോളം സഹിച്ച മഹാന്മാരില്ലേ? ഞാനത് പറഞ്ഞ അടുത്ത അടയാളൊന്നും പറയാൻ കഴിയില്ല. കൊല്ലങ്ങളോളം സഹിച്ചവരില്ലേ? നമ്മൾ അത്ര ആരെങ്കിലും സഹിച്ചിട്ടുണ്ടോ? കൊല്ലങ്ങൾ ഇതൊന്നുമല്ല, ഇതിലപ്പുറം സഹിച്ചവരില്ലേ? സഹിച്ച് 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 അവരെ കൊണ്ട് നന്നാക്കി. അതിനാ സഹിക്കുന്നത്. അവരെ സഹനം മുഴുവനും അതിനാ. അവർ നന്നായി കിട്ടാൻ വേണ്ടിയുള്ള സഹനാണ്. പക്ഷെ ആ സഹനത്തിന്റെ ചെറിയ ഒരു കാര്യം പോലും നമ്മളെ കൊണ്ട് കഴിയാത്തത് നമ്മളെ ഇൽമിന്റെയും അമലിന്റെയും കുറവാണ്. അള്ളാഹു നമുക്ക് ഇൽമും അമലും ഏറ്റിത്തരട്ടെ. അപ്പൊ ആ സ്വഹാബിയോട് പറഞ്ഞു, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, 3 വട്ടം ഞങ്ങളെ സുബറിന് വിട്ടില്ലേ, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ വീട്ടിലെല്ലാ ഫർണിച്ചറും ചരക്കുകളും ഗോതമ്പും അതുപോലെ ഇരിക്കുന്ന കട്ടിലും കടക്കുന്ന കട്ടിലും തലേനൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക, റോട്ടിലേക്ക് വെക്കുക. അപ്പൊ വരുന്ന ആൾക്കാരൊക്കെ ചോദിക്കൂലേ എങ്ങോട്ടാ? ചോദിക്കുമ്പോ നിങ്ങൾ പറയാം, ഞാൻ ഇവിടുന്ന് പോകാണ്, മാറിപ്പോകാണ്. എന്തേ മാറിപ്പോകാൻ കാരണോ? നമ്മൾ അയൽക്കാരനെ കൂടെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ അയൽക്കാരൻ കുറച്ചൊക്കെ നല്ലൽക്ക് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഈ കാണുന്ന ആൾക്കാർ പറയും, അയാൾ ഇത്ര മോശപ്പെട്ട ആളായോ? അയൽക്കാരനെ ശല്യം ചെയ്യുന്ന ആൾക്ക് അള്ളാന്റെ ലയനത്തില്ലേ? അയാൾക്ക് അള്ളാന്റെ ലയനത്തുണ്ടാകട്ടെ. ഈ പോകുന്ന യാത്രക്കാരെ ദുആയിൽ കുറച്ചൊക്കെ പേടിയുള്ള ആളാണെങ്കിൽ നിങ്ങളോട് വന്ന് പൊരുത്തപ്പിടിച്ച് നന്നായിക്കോളും എന്ന് പറഞ്ഞു. അതാ മാർഗം കൊടുത്തത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ ആ സ്വഹാബി പുറേ പോയി. ഞാൻ എല്ലായിടത്തും പുറത്തേക്ക് വെച്ച് ഒരു വണ്ടിക്കാരൻ വന്ന് നിർത്തിയിട്ട് കൂട്ടുകാരൻ, അല്ല എവിടേക്കാ? ഇവിടുന്ന് താമസം മാറും. എന്തേ? വെള്ളല്ലേ? ഇവിടെ ജീവിക്കാൻ എന്താ കുഴപ്പം? കാറ്റ് കിട്ടുന്നില്ലേ? വെള്ളം കാറ്റൊക്കെ ആണല്ലോ ജീവിക്കുന്നിടത്ത്, എന്താ കുഴപ്പം? അതാണ്ടില്ല അയൽക്കാരൻ. അപ്പൊ അയൽക്കാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് മറ്റേ അയാളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ ശല്യം ചെയ്തോ? ലഅനല്ലാഹു മൻ ആദാ ജാറഹു. അയൽക്കാരനെ ശല്യം ചെയ്യുന്നവന് അള്ളാഹ് ശപിച്ചിട്ടില്ലേ? അള്ളാഹുവിന് ശാപമുണ്ടാകട്ടെ അയാൾക്ക്. ഒരാൾ പറഞ്ഞു. രണ്ടാമത്തെ ആൾ വന്നപ്പോൾ ഇതേ വർത്തമാനം. അപ്പോഴേക്ക് മറ്റാൾ ഓടി വന്നിട്ട് പറഞ്ഞു, മേലാലും നിനക്കൊരു ശല്യം ഉണ്ടാകൂല, നീ സാധനങ്ങളൊക്കെ ഒന്ന് പിടിക്ക്, ഞാനും കൂടിത്തരാം, അകത്തേക്ക് വെക്ക്, നീ ഇവിടെ ഒന്ന് പോയി പോകണ്ട. അപ്പൊ അയാളെ കൂടി നന്നാക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈലി. അയാളെ ഇകഴ്ത്തല്ല, അയാളെ താറടിക്കല്ല, അയാളെ നന്നാക്കുക. കാരണം നല്ല ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഈ ദുആ മതിയല്ലോ. ധാരാപ്പ ദ്വാർക്കുന്നത്. എത്ര മനസ്സിന് വിഷമിച്ചിട്ടാണ് ആ കൂട്ടുകാർ പോകുന്ന യാത്രക്കാർ ദ്വാർക്കുന്നത്. അപ്പൊ ആ ദുആയിൽ പേടിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നല്ലൽക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളോടുകൂടെ സഹകരിച്ച് ജീവിക്കും. അങ്ങനെയാണ് അദ്ദേഹം വന്ന് തിരിച്ചിങ്ങോട്ട്, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം, എന്റെ വക ഒരു ശല്യം എന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാകൂല പറഞ്ഞ് തിരുത്തിച്ചു, ആളെ നന്നാക്കി. ഇതാണ് സഹോദരങ്ങളെ, ഇതും അതിന്റെ ഒരു ശൈലിയാണ്. ഏറ്റവും നല്ല സഹനം സഹിക്കണം വിഷമങ്ങൾ വരുന്നിടത്തൊക്കെ. ഇനി നിങ്ങൾ നോക്ക്, ഇങ്ങനെ ഒരു ജീവിതം നയിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ, പകൽ ജീവിതത്തിലാണ് ഇത് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പകലിൽ ജീവിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ 2 സ്വഭാവങ്ങളുണ്ട്. പകലിലെ ജീവിതം 2 സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, മറ്റാർക്കും ശല്യമില്ലാത്ത ജീവിതം. അതാണ് ഇന്നലെ പറഞ്ഞത്, സ്വന്തം ശരീരം കൊണ്ട് മറ്റൊരാൾക്കും ശല്യം വരുത്താതെ വിനയത്തോടെ ജീവിക്കുക. രണ്ടാമത്തത്, മറ്റുള്ളവരുടെ ശല്യം സഹിക്കാനുള്ള കഴിവ്. അതാണ് വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ.